നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ആരംഭിക്കുകയാണ്. സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ സീക്വൻസസ് ആൻഡ് സീരീസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ സീക്വൻസസ് ആണ് പഠിക്കുന്നത്. ഈ സീക്വൻസസ് എന്ന് പറയുന്നത് നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലും +1ലും +2ലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും സീക്വൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചും കൂടി മാത്തമാറ്റിക്കലായിട്ട് എന്താണ് ഒരു സീക്വൻസ്, എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, അത് എപ്പോൾ കൺവേർജ് ചെയ്യും, എപ്പോൾ ഡൈവേർജ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് തന്നെ പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ നോക്കുക. ഇതിനകത്ത് നമ്മളൊരു 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ താഴേക്ക് ഇടുകയാണ് എങ്കിൽ അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതിനെ നമ്മൾ A1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് അത് റീബൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2/3 ഹൈറ്റിലേക്ക് എത്തുന്നു എന്നിരിക്കട്ടെ. അപ്പൊ അത് 2/3 ആണ് രണ്ടാമത്തെ ഹൈറ്റ്. വീണ്ടും അതിന്റെ 2/3 ഹൈറ്റിലേക്കാണ് അടുത്ത റീബൗണ്ട് കഴിഞ്ഞിട്ട് എത്തുക. അപ്പൊ ആ ഹൈറ്റ് എന്ന് പറയുന്നത് 4/9 ആണ്, എക്സെട്ര. ഇങ്ങനെ നമ്മൾ ഓരോ ഹൈറ്റുകളും A1, A2, A3, A4 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുകയാണ് എങ്കിൽ വി ഗെറ്റ് എ സീക്വൻസ്. ഇതൊരു എക്സാമ്പിൾ ആണ്. സീക്വൻസിന്റെ ഡെഫിനേഷൻ കറക്റ്റ് ആയിട്ട് താഴെ വരുന്നുണ്ട്. അപ്പോ A1, A2, A3 എക്സെട്ര എന്ന് പറയുന്ന അറേ ഓഫ് നമ്പേഴ്സ് ദാറ്റ് ഇസ് കോൾഡ് ആൻ ഇൻഫൈനൈറ്റ് സീക്വൻസ്, അല്ലെങ്കിൽ ഒരു സീക്വൻസ് എന്ന് പറയും. ഇവിടെ നമുക്ക് f of x is equal to തൊട്ട് മുമ്പത്തേന് f of x is equal to 2/3 all raised to x minus 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x equal to 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് A1, A2, A3, A4 എക്സെട്ര എന്ന് പറയുന്ന എല്ലാ സീക്വൻഷ്യൽ വാല്യൂസും കിട്ടും. ശരിയാണല്ലോ. അപ്പം ഇനി എന്താണ് ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ, സീക്വൻസ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ടു ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് റിയൽ സീക്വൻസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ റേഞ്ച് എന്താവണം എന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. അത് വേണമെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ ആവാം. നമ്മൾ ഇവിടെ പഠിക്കുന്നത് റിയൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. എനി ഫംഗ്ഷൻ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഡൊമൈൻ ആയിട്ടുള്ള ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് സീക്വൻസസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഡൊമൈൻ എങ്കിൽ 1ന് ഒരു ഇമേജ് ഉണ്ടാവും, 2ന് വേറൊരു ഇമേജ് ഉണ്ടാവും, 3ക്ക് വേറൊരു ഇമേജ് ഉണ്ടാവും, എക്സെട്ര അങ്ങനെ ഉണ്ടാവും. 1ന്റെ ഇമേജിനെ നമ്മൾ A1 എന്നും 2ന്റെ ഇമേജിന് A2 എന്നും 3ന്റെ ഇമേജിന് A3 എന്നും എക്സെട്ര അങ്ങനെ വിളിക്കുന്നു. അപ്പൊ A1, A2, A3 ഇപ്പൊ f ആണ് ഫംഗ്ഷൻ എങ്കിൽ നമുക്ക് f of 1 ആണ് നമ്മൾ A1 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്, f of 2 ആണ് A2 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്, എക്സെട്ര. ഓക്കെ. And an is called the nth term of the sequence. an nth term എന്ന് പറയുമ്പോൾ nth term നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ that will give a formula to find all the other numbers. an നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് A1 എന്താ n equal to 1 കൊടുത്താൽ A1 കിട്ടും, n equal to 2 കൊടുത്താൽ A2 കിട്ടും, എക്സെട്ര അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ഇനി നമ്മുടെ സീക്വൻസ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? സീക്വൻസ് ഇങ്ങനെ ഒരു കേളി ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഈ 2 കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ an എന്ന് എഴുതും, nth ടേം എഴുതും. അതിന് നമ്മൾ n വേരി ചെയ്യുന്ന n equal to 1 to infinity വരെ ആണ് എന്നുള്ളത് കൊണ്ട് ഈ രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. ചിലപ്പോൾ നമ്മൾ nth ടൈം മാത്രം പറയും കേട്ടോ, ak എന്നോ an എന്നോ മാത്രം പറയാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത് സീക്വൻസ് ആണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉള്ളത് കൊണ്ടാണ് ആ രീതിയിൽ പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ലിസ്റ്റ് ദ ടേംസ് ഓഫ് ദ സീക്വൻസ് n by n plus 1. സീക്വൻസ് n by n plus 1. ഇപ്പൊ n equal to 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും, n equal to 2 കൊടുത്താൽ നമുക്ക് സെക്കൻഡ് ടൈം കിട്ടും, n equal to 3 കൊടുത്താൽ നമുക്ക് തേർഡ് ടൈം കിട്ടും, എക്സെട്ര ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇതിന്റെ സീക്വൻഷ്യൽ ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ചെണ്ണം ഒരു 5-6 കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ വളരെ എളുപ്പമാണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇതൊന്ന് ചെയ്യുക, സീക്വൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ഇവിടെ സീക്വൻഷ്യൽ പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്ക്, സീക്വൻസിന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എക്സെട്ര എന്ന് പറയുന്ന പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ nth ടേമിന്റെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഈ nth ടേമിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണമെന്നില്ല. ഇവിടെയൊക്കെ നമുക്കത് പറ്റും. nth ടേമിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ദർ ഇസ് എ ഫോർമുല. പക്ഷെ എല്ലായ്പ്പോഴും ഫംഗ്ഷൻ അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാവണമെന്നൊന്നുമില്ല. നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ള ഫംഗ്ഷന് നമുക്ക് ഇമേജസിന് എപ്പോഴും ഒരു ഫോർമുല വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോ ചില കേസുകളിലൊക്കെ നമുക്ക് ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. ഫോർമുല കണ്ടുപിടിക്കാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, പക്ഷെ എല്ലാ കേസിലും ഒന്നും പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ A1 എന്ന് പറയുന്നത് 1 ആണ്, A2 എന്ന് പറയുന്നത് 1000 ആണ്, A3 എന്ന് പറയുന്നത് 500 ആണ്, A4 എന്ന് പറയുന്നത് 10 ആണ്, A6 എന്ന് പറയുന്നത് 25 ആണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാം? ഒരു വ്യക്തമായിട്ടൊരു ഫോർമുല ഇല്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെയൊക്കെ ഈ കേസിലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. നമുക്ക് മുന്നോട്ടുള്ള ഇതിലൊക്കെ ഒത്തിരി നല്ലതായിരിക്കും. പക്ഷെ എല്ലാ കേസിലും അങ്ങനെ ഉണ്ടാവണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. ഓക്കെ.
ഇനി എന്താണ് റെക്കറൻസ് റിലേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സീക്വൻസിന്റെ ടേംസ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്ക് an+1 is equal to 2an minus an minus 1 for n greater than or equal to 2. അപ്പൊ an+1നെ an-ന്റെയും an-1ന്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്തേക്കുവാണ്. അതായത് n+1th ടേമിനെ അതിന്റെ താഴെയുള്ള ടേംസിൽ എക്സ്പ്രസ് ചെയ്തേക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ദ റെക്കർസീവ് ഡെഫിനിഷൻ ഓഫ് എ സീക്വൻസ്. ഫോർ എക്സാമ്പിൾ ഫിബൊനാച്ചി സീക്വൻസ് നമ്മൾ an ഈക്വൽ ടു an-1 പ്ലസ് an-2 an-1ന്റെയും an-2ന്റെയും ടേമിലാണ് nth ടേം എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും പലതും എക്സ്പ്രസ് ചെയ്യാം. nth ടേമിനെ അതിന്റെ താഴെയുള്ള ടേംസിൽ എക്സ്പ്രസ് ചെയ്യുകയാണ് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ റെക്കർസീവ് ഡെഫിനിഷൻ ഓഫ് സീക്വൻസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെയും നമ്മൾ ആ രീതിയിൽ ചെയ്തേക്കും. ഇനി നമ്മുടെ n/n+1 എന്ന് പറയുന്ന സീക്വൻസ് എന്ന് പറയുന്ന സീക്വൻസ് -1n എന്ന് പറയുന്ന സീക്വൻസിലെ പോയിന്റ്സ് ഒന്ന് പ്ലോട്ട് ചെയ്തേക്കുവാണ്. ഇവിടെ നോക്ക് n/n+1 എന്ന് പറയുന്ന സീക്വൻസിന്റെ ഫസ്റ്റ് a1 എന്ന് പറയുന്നത് 1 ആണ്, a2 എന്ന് പറയുന്നത് 1/2 ആണ്. സോറി, a1 എന്ന് പറയുന്നത് 1/2 ആണ്, a1 എന്ന് പറയുന്നത് 1/2 ആണ്, a2 എന്ന് പറയുന്നത് 2/3 ആണ്, a3 എന്ന് പറയുന്നത് 3/4 ആണ്, a4 എന്ന് പറയുന്നത് 4/5 ആണ്, എക്സെട്ര. ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഫൈനലി ദാറ്റ് ടെൻസ് ടു 1. 1ലേക്ക് എത്തുന്നു. ഒരിക്കലും 1 ആവുന്നില്ല, കാരണം ന്യൂമറേറ്റർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ. അപ്പൊ 1 ആവുന്നില്ല, പക്ഷെ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? that goes to 1. So the sequence n/n+1 converges to 1 എന്ന് പറയും. കൺവെർജൻസിന്റെ ഡെഫിനിഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവിടെ ഒന്ന് എക്സാമ്പിൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു സീക്വൻസ് നോക്കിയേ, -1n എന്ന് പറയുന്ന സീക്വൻസ് നോക്കിയേ, ഈ -1n എന്ന് പറയുന്നത് n ഓഡ് ആവുമ്പോൾ എല്ലായ്പ്പോഴും -1ഉം n ഈവൻ ആവുമ്പോൾ എല്ലായ്പ്പോഴും അത് +1ഉം ആണ്. ഒരിക്കലും ഒരു കോമൺ വാല്യൂയിലേക്ക് അത് അപ്രോച്ച് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ശരിയല്ലേ? -1ഉം +1ഉം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുകയാണ്. ഒരിക്കലും ഒരു കോമൺ വാല്യൂയിലേക്ക് അത് അപ്രോച്ച് ചെയ്യുന്നില്ല. സോ ദിസ് സീക്വൻസ് -1n is divergent. Actually this is an oscillatory sequence and so it is divergent. ക്ലിയർ ആണോ? ഇനി ഡൈവർജൻസിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്ത ഇതിനകത്തുണ്ട്, ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. ഇതൊന്നും നിങ്ങൾ ചെയ്യാട്ടോ. ഈ അസൈൻമെന്റ് അടുത്ത ടേംസ് എഴുതാനും nth ടേമിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനും ഒക്കെയാണ്, എളുപ്പമാണ്. ഇതൊന്ന് ചെയ്യാൻ നോക്കിയേക്ക്. ഇനി നമ്മൾ ലിമിറ്റ് ഓഫ് എ സീക്വൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഡെഫിനിഷൻ ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് സീക്വൻസ് n/n+1 എന്ന് പറയുന്നത്. അതിന്റെ ലിമിറ്റ് 1ലേക്ക് പോകുന്നു എന്നും നമ്മൾ കണ്ടതാണ്. ശരിയാണല്ലോ? നമ്മൾ ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടിട്ടില്ലേ? ലിമിറ്റ് ഓഫ് f(x) as x tends to a is equal to L എന്ന് പറയുന്ന എപ്പോഴാ? for every epsilon greater than 0 there is a delta greater than 0 such that whenever the distance between x and a is less than delta, then the distance between f(x) and L is less than epsilon എന്നുള്ളതാണ്. അപ്പൊ അതേ ഡെഫിനിഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും എടുക്കുന്നത്, പക്ഷെ എഴുതുമ്പോൾ ഒരു ചെറിയ വ്യത്യാസങ്ങൾ മാത്രം. ലിമിറ്റ് ഓഫ് an as n tends to infinity is equal to L. Okay, ഇങ്ങനെയാണെങ്കിൽ we say that the sequence an has limit L. കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ? ഫോർ എവരി എപ്സിലോൺ, നമ്മുടെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ പോലെ തന്നെ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ f(x)ന്റെ ലിമിറ്റ് എന്താണ് എന്നുള്ളത്. അവിടെ നമുക്ക് എപ്സിലോൺ നൈബർഹുഡ് ഇൻഫിനിറ്റിക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടുതലാവുമ്പോൾ, എക്സിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ n-നേക്കാളും കൂടുതലാവുമ്പോൾ f(x) എങ്ങോട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. ഇവിടെയും അതേപോലെ തന്നെയാണ്. n-ന്റെ വാല്യൂ ഇതുണ്ടാവും, സ്മോൾ n-ന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ n-നേക്കാളും കൂടുതലാവുമ്പോൾ a-നും l-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാളും കുറവാണ് എങ്കിൽ we say that limit of an is equal to L. ക്ലിയർ ആണല്ലോ? ഇപ്പൊ n, സ്മോൾ n എന്ന് പറയുന്ന ക്യാപിറ്റൽ n-നേക്കാളും കൂടുതലാണെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഇൻഫിനിറ്റിന്റെ നൈബർഹുഡ് എടുക്കുന്ന ഒരു രീതിയാണ് വരുന്നത്.
ഇപ്പൊ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇൻഫിനിറ്റിക്കാളും വേറെ നമ്പർ ഒന്നും ഇല്ലല്ലോ. അപ്പോ ഇങ്ങനെ നല്ല റിയൽ ലൈൻ വരച്ചു, ഇവിടെ ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ സ്റ്റേജിനേക്കാളും കൂടുതലായിട്ട് n വരുമ്പോ, ഇതാണ് സ്റ്റേജ് എങ്കിൽ ഇതിനേക്കാളും കൂടുതലായിട്ട് n വരുമ്പോ an എന്ന് പറയുന്നത് L ന്റെ എപ്സിലോൺ നെയ്ബർഹുഡിനുള്ളിലാണ് എങ്കിൽ we say that limit of an is equal to L. Okay. So this is the definition. ആ ഡെഫിനിഷനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നതാണ്. മൈനസ് എപ്സിലോണിനും പ്ലസ് എപ്സിലോണിനും ഇടയിലാണ് എങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണം. ഇതൊക്കെ നമ്മൾ ലിമിറ്റിൽ കണ്ടതാണ്. ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയതാണ്. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് എല്ലിന്റെ എപ്സിലോൺ നെയ്ബർഹുഡ്. ഇത് എൽ മൈനസ് എപ്സിലോൺ, ഇത് എൽ പ്ലസ് എപ്സിലോൺ. അപ്പോൾ ആഫ്റ്റർ എ പർട്ടിക്കുലർ സ്റ്റേജ്, ഇവിടെ നോക്ക്, ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ n എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സീക്വൻഷ്യൽ പോയിന്റ്സ് മുഴുവൻ നമുക്ക് ഈ നെയ്ബർഹുഡിന്റെ ഉള്ളിലാണ് വരുന്നത്. ശരിയാണല്ലോ. then we can say that limit of an is equal to L. This L. ഓക്കെ, എന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കുക കേട്ടോ. ഇവിടെയും അതേപോലെ തന്നെയാണ്. ഇവിടെ നമ്മളൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുക്കുമ്പോൾ ഇവിടെ നോക്കുക, ഇങ്ങനെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിൽ ആ നെയ്ബർഹുഡിന്റെ ഉള്ളിലാണ് ബാക്കി വരുന്ന സീക്വൻഷ്യൽ പോയിന്റ്സ് മുഴുവൻ. then limit of an is equal to L എന്നത്. ഇനി നമ്മൾ y equal to f of x എന്ന് കൊടുക്കുകയാണെന്നിരിക്കട്ടെ. y equal to f of x എന്ന് കൊടുക്കുന്നു. an equal to f of n ആണ് എങ്കിൽ, അതായത് x ന് പകരം n കൊടുക്കുമ്പോൾ നമുക്ക് an കിട്ടുന്നുണ്ടെങ്കിൽ, അപ്പൊ f of 1 a1 ആയിരിക്കും, f of 2 a2 ആയിരിക്കും, f of 3 a3 ആയിരിക്കും, എക്സെട്ര. അപ്പൊ സീക്വൻഷ്യൽ പോയിന്റ്സ് ഒക്കെ നമുക്ക് n ന്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കും. y equal to f of x എന്ന് കൊടുക്കുന്നു. അപ്പോ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് L ആണ് എങ്കിൽ, ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് L ആണ് എങ്കിൽ, നമ്മുടെ സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നതും നാച്ചുറലായിട്ടും L തന്നെയായിരിക്കും. ശരിയല്ലേ? x ഇൻഫിനിറ്റിയിലേക്ക് മുമ്പ് f of x Lലേക്ക് പോവുകയാണെങ്കിൽ n ഇൻഫിനിറ്റിയിലേക്ക് മുമ്പ് f of n എന്ന് പറയുന്നത് Lലേക്ക് പോകും. ക്ലിയർ ആണല്ലോ? ഇവിടെ അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചേക്കുന്നു. 1/n⁻r എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമ്മൾ ഈ ന്റെ ലിമിറ്റ് കാണുന്നതിന് പകരം നമുക്ക് ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാണല്ലോ പരിചയം. അതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യും? f of x equal to 1/x⁻r എന്നെടുക്കും. an equal to 1/n⁻r ആണല്ലോ. അപ്പൊ ക്ലിയർ ആയിട്ട് f of x എന്ന് പറയുന്ന 1/x⁻r വരും. ഓക്കെ, 1/x⁻r വരും. ഇനി അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പൊ x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ക്ലിയർ ആയിട്ടും ഡിനോമിനേറ്റർ വളരെ വലുതാവും. അങ്ങനെ വരുമ്പോൾ r പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ടാവും അല്ലേ? r പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. therefore by this theorem limit of 1/n⁻r is equal to 0. ഇതുപോലെ. പക്ഷെ ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇപ്പൊ നോക്കുക, sin nπ എന്ന് പറയുന്ന എല്ലായ്പ്പോഴും 0 ആണ്. ശരിയാണല്ലോ? sin nπ is equal to 0 ആണ്. പക്ഷെ sin πx എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അതെല്ലായ്പ്പോഴും മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയല്ലേ. ഓസിലേറ്റിംഗ് കർവ് ആണല്ലോ sin πx എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ ഇതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിന്റെ കോൺവേഴ്സ് ട്രൂ അല്ല. f of x കൺവേർജ് ചെയ്യുകയാണെങ്കിൽ f of n കൺവേർജ് ചെയ്യും. പക്ഷെ f of n കൺവേർജ് ചെയ്യുകയാണെങ്കിൽ f of x കൺവേർജ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആൻഡ് ദിസ് ഈസ് ദ എക്സാമ്പിൾ. ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കോൺവേഴ്സ് ഒക്കെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. ഇനി നമ്മുടെ ലിമിറ്റിൽ നമ്മൾ കുറെ റൂൾസ് പഠിച്ചിരുന്നല്ലോ. ലിമിറ്റ് ഓഫ് എ സം ഈക്വൽ ടു സം ഓഫ് ലിമിറ്റ്സ്, ലിമിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ലിമിറ്റ്സ്, ലിമിറ്റ് ഓഫ് എ കോഷ്യന്റ് ഈക്വൽ ടു കോഷ്യന്റ് ഓഫ് ദ ലിമിറ്റ് പ്രൊവൈഡഡ് ദിസ് ക്വാണ്ടിറ്റി ഈസ് നോട്ട് ഈക്വൽ ടു 0. അതെല്ലാം നമുക്ക് സീക്വൻസിന്റെ ടൈമിലും പറയാൻ പറ്റും. അപ്പൊ അതിന്റെ റിസൾട്ട്സ് ആണ് ഇതെല്ലാം. ഇത് നിങ്ങൾ പഠിക്കുക. ടെക്സ്റ്റിൽ ഇതിന്റെയൊക്കെ പ്രൂഫ് തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ അത് എഴുതി പഠിക്കണം കേട്ടോ. നന്നായിട്ട് ഡൗട്ട്സ് ഉള്ളത് ഞാൻ പറഞ്ഞു തരാം. അടുത്തത്, ഈ സീക്വൻസുകൾ കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്നുള്ളത്. ഈ രണ്ട് സീക്വൻസും നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫസ്റ്റ് സീക്വൻസ് കൺവേർജസ് ടു 1 ആൻഡ് ദി സെക്കൻഡ് സീക്വൻസ് ഡൈവേർജസ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഫസ്റ്റ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ലിമിറ്റ് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവിടെ n/n+1 ആണ്. രണ്ട് സ്ഥലത്ത് നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1/1/1+1/n. when n tends to infinity this quantity goes to 0, so this is equal to 1 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ലിമിറ്റ് 1 ആണെന്ന് കാണാൻ പറ്റും.
ഇനി ഇത് നോക്ക്, ഇത് -1 1 -1 1 -1 എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പൊ ഈ സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ -1 അല്ലെങ്കിൽ +1 ആണ്. പക്ഷെ -1ന്റെ ഒരു 1/2 നൈബർഹുഡ് നമ്മൾ എടുത്തു നോക്കുക. -1ന്റെ 1/2 നൈബർഹുഡ് എടുക്കുമ്പോൾ ഒരിക്കലും സീക്വൻഷ്യൽ പോയിന്റ്സ് ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം അതിന്റെ ഉള്ളിൽ വരുന്നില്ല. കാരണം 1 പുറത്താ വരുന്നത്. 1/2 നൈബർഹുഡിന്റെ ഉള്ളിൽ അല്ലല്ലോ വരുന്നത്, 1 പുറത്താ വരുന്നത്. ഇനി 1ന്റെ ഒരു 1 നൈബർഹുഡ് തന്നെ എടുത്തു നോക്കിയോ, അപ്പോഴും -1 എന്ന് പറയുന്നത് അതിന്റെ പുറത്താണ് വരുന്നത്. ഓക്കെ, ഏത് നൈബർഹുഡ്, ഏത് എപ്സിലോൺ നൈബർഹുഡ് നമ്മൾ എടുത്താലും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സീക്വൻഷ്യൽ പോയിന്റ്സ് മുഴുവൻ അതിന്റെ ഉള്ളിൽ വേണം. ഇവിടെ ആ കേസിൽ അത് നടക്കുന്നില്ല. സോ ഇറ്റ് ഡൈവേർജസ്. ഈ അടുത്തത് ലിമിറ്റ് ഓഫ് log n ഡിവൈഡഡ് ബൈ n എന്നുള്ളതാണ്. f of n is equal to log n ഡിവൈഡഡ് ബൈ n ആണ്. നമ്മൾ f of x is equal to log x ഡിവൈഡഡ് ബൈ x എന്ന് എടുക്കുന്നു. എന്നിട്ട് അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പൊ നമ്മൾ ലോപിതാസ് റൂൾ കണ്ടതാണല്ലോ. ലോപിതാസ് റൂൾ കണ്ടപ്പോൾ എന്താ ചെയ്യുക, ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x വരും, ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും. അപ്പോൾ 1/xന്റെ ലിമിറ്റ് എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു 0. ശരിയാണല്ലോ. അപ്പോ log n ഡിവൈഡഡ് ബൈ n എങ്ങോട്ടാ പോവുക? 0യിലേക്ക്. f of x 0യിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ an എന്ന് പറയുന്നത് 0യിലേക്ക് പോകുന്നു. ഇനി e raised to n ഡിവൈഡഡ് ബൈ n സ്ക്വയർ ആണ്. അപ്പൊ ഇത് എങ്ങോട്ടാ പോകുന്ന? e raised to ഇൻഫിനിറ്റി ഇൻഫിനിറ്റി സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് ഇൻഫിനിറ്റി. സോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ്. സോ വി ക്യാൻ അപ്ലൈ ലോപിതാസ് റൂൾസ് അഗെയിൻ. സോ ഇവിടെയും അപ്ലൈ ചെയ്യുന്നു, വി ഗെറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നു. സോ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് കൊണ്ട് അത് ഡൈവേർജന്റ് ആണ്. ഒരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക് പോകണം, എന്നാല് സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് പറയുന്ന എല്ലായ്പ്പോഴും L എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് ഡൈവേർജൻസ്. ഈ സീക്വൻസുകളുടെ കൺവേർജൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഓരോന്നും ഓരോ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ചെയ്ത് നോക്കണം. ഒത്തിരി പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. ഈ അസൈൻമെന്റ്സ് മാത്രമല്ല, ടെക്സ്റ്റിൽ കുറേ പ്രോബ്ലംസ് തന്നിട്ടുണ്ടാവും. അതൊക്കെ ചെയ്യുക, എന്നിട്ട് എന്നാലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അടുത്ത തിയറം എന്ന് പറയുന്നത് സ്ക്യൂ തിയറം ആണ്. ഈ സ്ക്യൂ തിയറം നമ്മൾ ഫംഗ്ഷന് പഠിച്ചിട്ടുണ്ട് അല്ലേ. എഫും ജിയും എച്ചും 3 ഫംഗ്ഷൻസ് ആണ്. ആൻഡ് ജി ലൈസ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് എച്ച് ആണ് എങ്കിൽ ഈ എഫും ജിയും എല്ലിലേക്ക് പോവുകയാണെങ്കിൽ എച്ച് എന്ന് പറയുന്നതും എഫ് എച്ചും എല്ലിലേക്ക് പോവുകയാണെങ്കിൽ ജി എന്ന് പറയുന്നത് എല്ലിലേക്ക് പോകും. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് എല്ലിലേക്ക് പോവുകയാണെങ്കിൽ നടുക്കുള്ളതും സെയിം ലിമിറ്റിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് സ്ക്യൂ തിയറം പറയുന്നത്. സെയിം തിയറം എക്സിസ്റ്റ് ഫോർ സീക്വൻസസ് ഓൾസോ. സെയിം പ്രൂഫ് തന്നെയാണ്. ഇതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കാനില്ല എന്ന് തോന്നുന്നു. ഈ നോട്ടിനകത്ത് ഇത് ഇല്ലാതെ വന്നത്. പ്രൂഫ് ഉണ്ടെങ്കിലും ഒന്ന് പറയണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ, ഞാനത് ചെയ്തു തരാം. ഇവിടെ നോക്കിയാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n റേസ് ടു n ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ nth ടേം എന്ന് പറയുന്നത് ഇതാണ്, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n റേസ് ടു n ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ ഫാക്ടോറിയൽ ടേം വന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതിന് നമ്മൾ ഇതിനകത്ത് സ്ക്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നോക്ക്, n ഫാക്ടോറിയലിന് നമ്മൾ n × n - 1 × എക്സെട്ര 2 × 1 എന്ന് എഴുതി. n റേസ് ടു n n × n × എക്സെട്ര n ടൈംസ് എഴുതി. എന്നിട്ട് ഒരു n വെട്ടിക്കളഞ്ഞു. ഇത് വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളത് ഇങ്ങനെയാണല്ലോ വരുന്നത് ഓരോന്നും. അപ്പോ ഈ പറയുന്ന ടേംസ് ഒക്കെ 1നേക്കാൾ കുറവാണ്. n - 1 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 1നേക്കാൾ കുറവാണ്. n - 2 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 1നേക്കാൾ കുറവാണ്. 2/n എന്ന് പറയുന്നത് 1നേക്കാൾ കുറവാണ്. അപ്പൊ ഈ പറയുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം 1നേക്കാൾ കുറവായതുകൊണ്ട് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതിനൊക്കെ നമ്മൾ 1 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇതിന് 1 കൊടുക്കുന്നു, ഇതിന് 1 കൊടുക്കുന്നു, ഇതിന് 1 കൊടുക്കുന്നു, എല്ലാത്തിനും 1 കൊടുക്കുന്നു. അങ്ങനെ 1 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n എന്ന് വരും. ഇത് നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു, 1/n എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പോ 1/n-ഉം an-ന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0നേക്കാളും കൂടുതലാണ്. എല്ലാം പോസിറ്റീവ് ആണല്ലോ. അപ്പൊ 0നേക്കാളും കൂടുതലാണ്, പക്ഷെ 1/n-നേക്കാളും കുറവാണ്. 0 എന്ന് പറയുന്നത് സീക്വൻസ് ആണ് അല്ലേ. 0 0 0 0, a1 0, a2 0, a3 0, a4 0 എക്സെട്ര എല്ലാം 0. അപ്പൊ ആ സീക്വൻസ് എങ്ങോട്ടാ പോകുന്നത്? 0യിലേക്ക് പോകുന്നു. ഇനി 1/n എന്ന് പറയുന്നത് എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ നേരത്തെ കണ്ടിരുന്നു 1/n goes to 0. അപ്പൊ ഈ 0യും 0യിലേക്ക് പോകുന്നു, 1/n-ഉം 0യിലേക്ക് പോകുന്നു. അപ്പൊ സെന്ററിലുള്ള an എങ്ങോട്ട് പോകണം? 0യിലേക്ക് പോകണം. ശരിയല്ലേ? Q0 അനുസരിച്ച്. സോ ദിസ് ഗോസ് ടു an goes to 0. ഇതേപോലെയാണ് അടുത്തത് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതാ സൈനിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1-നും +1-നും ഇടയിലാണല്ലോ. അപ്പോ സൈൻ √n ഡിവൈഡഡ് ബൈ √n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനും ഇടയിലായിരിക്കും. ഇത് രണ്ടും 0യിലേക്ക് പോകും. അപ്പൊ ഇത് എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും. ക്ലിയർ ആണല്ലോ. ഇനി ലിമിറ്റ് ഓഫ് മോഡ് an 0യിലേക്ക് പോയി കഴിഞ്ഞാൽ ലിമിറ്റ് an-ഉം 0യിലേക്ക് പോകും. മോഡ് an 0യിലേക്ക് പോകണമെങ്കിൽ an-ഉം 0യിലേക്ക് പോകും എന്നുള്ളതാണല്ലോ. അത് ഇവിടുന്ന് കിട്ടും.
മോഡ് എ എൻ സീറോയിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടോ, മൈനസ് മോഡ് എ എന്ന് സീറോയിലേക്ക് പോകും, അപ്പൊ എ എന്നും സീറോയിലേക്ക് പോകും. ഇതാണ് ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. -1/n ഡിവൈഡഡ് ബൈ n എങ്ങോട്ടാ പോകുന്നതെന്ന് ഇതിന്റെ മോഡുലസ് എടുക്കുക, 1/n ആണ്. 1/n സീറോയിലേക്ക് പോകുന്നു, അതുകൊണ്ട് a n എങ്ങോട്ട് പോകും, സീറോയിലേക്ക് പോകും. ഇതേപോലെയാണ് ഓരോന്നും ചെയ്തു വരുന്നത്. ഓരോന്നും നിങ്ങൾ നോക്കുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് എഴുതുക നന്നായിട്ട്, എന്നിട്ട് പഠിക്കുക, ടെസ്റ്റിലുള്ള എക്സസൈസുകൾ ചെയ്യുക, കിട്ടാത്ത പ്രോബ്ലംസ് വാട്സപ്പ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം കേട്ടോ.